കാസർഗോഡ് പൈവല്ലികയിൽ നിന്ന് കാണാതായ 15 വയസ്സുകാരി, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സംശയങ്ങളുണ്ട്. ഒപ്പം ഒരു 42 വയസ്സുകാരനായ പ്രദീപ് എന്ന് പറഞ്ഞ ഇവരുടെ ഫാമിലി ഫ്രണ്ട് നൈബറായിട്ടുള്ളൊരു വ്യക്തിയും കാണാതാവുകയാണ്. 26 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ 2 പേരുടെയും ബോഡി വീടിനടുത്ത് തന്നെ 100-200 മീറ്റർ മാത്രം ചുറ്റളവിലുള്ള ഒരു അക്വേഷ്യ കാട്ടിൽ നിന്ന് അക്വേഷ്യ മരത്തിൻ്റെ 2 കൊമ്പിൽ തൂങ്ങി നിൽക്കുന്നതായിട്ട് കാണുന്നതും അവിടെ നിന്ന് ബോഡി കിട്ടുന്നത്. പോലീസിന് ഭയങ്കരമായിട്ടുള്ളൊരു വിമർശനം ഇന്ന് കോടതി ഉന്നയിച്ചിട്ടുണ്ട്. കോടതി ചോദിച്ചിട്ടുണ്ട്, VVIPയുടെ മകളായിരുന്നെങ്കിൽ പോലീസ് ഇങ്ങനെ ചെയ്യുമോ? ഹൈക്കോടതിൻ്റെ വിമർശനമാണ് പോലീസുകാർക്ക് ഈ വിമർശനം കേൾക്കേണ്ടതായിട്ടുള്ള എല്ലാ സിറ്റുവേഷനും പോലീസുകാരനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ കേസിനകത്ത്. ഞാൻ പറയുന്ന എല്ലാ ഉദ്യോഗസ്ഥരും വളരെ അലംഭാവത്തോടു കൂടി ഈ കേസ് അന്വേഷിച്ചു എന്നല്ല. ചില മുതിർന്ന ഉദ്യോഗസ്ഥർ അവരിങ്ങനെ ഒരു മെല്ലപ്പോക്ക് നയം. ഇപ്പോൾ ഈ ഹൈക്കോടതി ചോദിച്ച പോലെ തന്നെ VVIPയുടെ മകളൊന്നും അല്ലല്ലോ ഇവിടെ, അതുകൊണ്ട് വലിയ വിഷയമൊന്നുമില്ല, മെല്ലെ അന്വേഷിച്ചാൽ മതി എന്നുള്ള സീനിൽ അവർ അന്വേഷിച്ചുകൊണ്ട് തന്നെ ഇതിനൊരു പ്രൈമറി ഫേസിൽ ഒരു ഇൻറ്റൻസിറ്റി കിട്ടിയില്ല അന്വേഷണത്തിന്. ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാവില്ല പോലീസുകാരുടെ, ഒരു പോലീസുകാരൻ്റെ. ഒരു കേസ് വരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് വരുമ്പോൾ തന്നെ അവർക്ക് ഏകദേശം ഒരു പിടുത്തം കിട്ടും. ഇങ്ങനൊരു കുട്ടി മിസ്സിങ് ആവുന്നു, കൂട്ടത്തിൽ സംശയാസ്പദമായിട്ട് നൈബറായിട്ടുള്ളവരുടെ ഫാമിലി ഫ്രണ്ടായിട്ടുള്ള 42 വയസ്സുകാരനും മിസ്സിങ് ആവുന്നു. പുലർച്ചെയാണ് കുട്ടി വീട്ടിൽ നിന്ന് പോകുന്നത്. വീട്ടിൽ പട്ടിയുണ്ട്, ചുറ്റുവട്ടത്ത് വീടുണ്ട്, പട്ടി കുരച്ചില്ല, വേറെ ആരും കണ്ടില്ല. പട്ടി കുരച്ചില്ല എന്ന് തന്നെ വലിയ ഫാക്ടറാണ്. അപ്പോൾ ഉറപ്പിക്കാൻ പറ്റും ഈ കുട്ടി ഏറ്റവും ക്ലോസ് ആയിട്ട് അറിയുന്ന ആ വീട്ടിൽ വന്നു പോകുന്നൊരു വ്യക്തിയുടെ ഒപ്പം തന്നെയാണ് ഇറങ്ങിപ്പോയെന്നുള്ളത്. പിന്നെ ഈ കുട്ടി ഇറങ്ങി പോകുമ്പോൾ ആ കുട്ടി അപ്പം എന്താണോ രാത്രി ഉറങ്ങാൻ നേരത്ത് കിടക്കാൻ നേരത്തെ ഇട്ട ഡ്രസ്സ്, ആ ഡ്രസ്സും വീട്ടിലിരുന്ന ചെരുപ്പൊക്കെ ആയിട്ടാണ് ഈ കുട്ടി പോയിട്ടില്ല. വീട്ടിൽ നിന്ന് ഒരു സാധനം വേറെ എടുത്തു കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഇതൊരു ഒളിച്ചോട്ടം അല്ലെങ്കിൽ കുറേ ദിവസത്തിനോ അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നൊരു പോക്കോ അങ്ങനെയൊന്നും അല്ല എന്നുള്ളത് പ്രാഥമികമായിട്ട് തന്നെ പോലീസുകാർക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വെരി അൺഫോർച്ചുനേറ്റ്ലി പോലീസുകാർ അവിടെ അടുത്തുള്ള നാട്ടുകാരും കുടുംബക്കാരും വീട്ടുകാരൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. മംഗലാപുരത്ത് പോയിട്ടുണ്ടാവും, ഒളിച്ചോടിയതല്ലേ, ബോംബെ പോയിട്ടുണ്ടാവും. ഇതിൻ്റെ മുകളിൽ അവിടെ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടന്നു. ഈവൻ ഫോണിൻ്റെ ലൊക്കേഷൻ കിട്ടിയിട്ട് പോലും കൃത്യമായിട്ട് ആ ലൊക്കേഷനിൽ ഒരു സെർച്ച് ഇനീഷ്യേറ്റ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. പോലീസ് ഡോഗ് വന്നു എന്ന് പറയുന്നു, ഡ്രോൺ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തു എന്ന് പറയുന്നു. പക്ഷേ ഇതൊക്കെ ചെക്ക് ചെയ്തതും ഇതിൻ്റെയൊക്കെ ഇനീഷ്യേഷൻ നടന്നതും അപ്പുറത്തുള്ള കാടിൻ്റെ അടുത്തും അല്ലെങ്കിൽ കാട് കയറിയിട്ടാണ്. ഈ പൊന്തക്കാട് പോലെ കിടക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് വലിയ മരങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന അക്വേഷ്യ കാട്ടിനകത്തേക്ക് ഇവരുടെ നോട്ടം ചെന്നില്ല. ഈവൻ ഇന്നലെ ഇവരുടെ ബോഡി കിട്ടുമ്പോഴും സെർച്ചൊക്കെ നിർത്തി തിരിച്ചു പോരാൻ നേരത്താണ് അക്വേഷ്യ കാട്ടിനകത്ത് ഇവരുടെ ബോഡി സ്പോട്ട് ചെയ്തത്. ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ വേണമെങ്കിൽ ദുരൂഹത, അസ്വാഭാവികത എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ 2 പേരുടെ ഫോണും ഈ സ്പോട്ടിലുണ്ട്. അതിൽ തന്നെ ഒരു ഫോണ് ഇങ്ങനെ പൊട്ടിയ പോലെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് എറിഞ്ഞ സമയത്തോ എന്തോ ഒരു കല്ലിൻ്റെ മുകളിലോ കമ്പി കഷ്ണത്തിൻ്റെ മുകളിലോ ഇങ്ങനെ പോയി ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കുത്തില്ലേ, ഇങ്ങനെ സ്ക്രീൻ അടക്കം വീഴുന്ന പോലത്തെ ഒരു രീതിയിലാണ് ഫോണിൻ്റെ പൊട്ടലും ഇതൊക്കെ കാണുന്നത്. 2 രീതിയിലായിരിക്കാം. ഒന്നില്ലെങ്കിൽ 2 പേരും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി അന്നേ ദിവസം തന്നെ അവിടെ തൂങ്ങിയിട്ടുണ്ടാവും. ഇനിയല്ല നമ്മളൊന്നും കൂടി കടന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ അപായപ്പെടുത്തി വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായി അതിനുശേഷം ഇവിടെ കൊടുന്ന് കെട്ടിത്തൂക്കിയതോ ആവാം. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന സമയത്തും 2 പേരും ആത്മഹത്യ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പ്രാഥമികമായിട്ട് കാര്യങ്ങൾ കാണിക്കുന്നത്. സോ ഒന്നില്ലെങ്കിൽ ഈ കുട്ടിയെ കൊന്നതിന് ശേഷം ഇയാൾ തന്നെ കെട്ടിത്തൂക്കി, അയാൾ തന്നെ കെട്ടിത്തൂങ്ങി മരിച്ചൊരവസ്ഥയായിരിക്കാം. ഇതാണെങ്കിൽ ഒരു മിഠായി ഉണ്ട്, പ്ലസ് 2 ഫോണും അവിടെ ഉണ്ട്. മേ ബി പുലർച്ചെ സമയത്ത് ഇയാൾ ഇതേപോലെ കുട്ടിയെ കാണാൻ വേണ്ടി വന്നു പോകാറുണ്ടാവുമായിരിക്കണം. ആ വരുന്ന സമയത്തൊക്കെ ഒരു മിഠായി കൊണ്ടുവരുന്നൊരു രീതി അയാൾക്ക് ഉണ്ടായിട്ടിരിക്കണം. അപ്പം അങ്ങനെ വന്ന സമയത്ത് ഇനി ഇവർ 2 പേരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്നറിയില്ല. പിന്നെ ഈ ബോഡിക്ക് അത്യാവശ്യം പഴക്കമുണ്ട്. അതായത് കാണാതായ ദിവസത്തിന് ഇത്രയും ദിവസങ്ങളുടെ തന്നെ പഴക്കം ഈ ബോഡിക്കുണ്ട്. ആൻഡ് ഇവരുടെ മൊബൈലിൽ നിന്ന് 92-96 ഫോട്ടോസ് ഈ വ്യക്തിയുടെ ഒരു റിലേറ്റീവായിട്ടുള്ള വേറൊരു ലേഡിക്ക്
സെൻഡ് ചെയ്തിട്ടുണ്ട്. സോ അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഞങ്ങൾ പോവാണ്, ഞങ്ങൾ ആത്മഹത്യ ചെയ്യുകയാണ്, ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത് കൊണ്ട് ഈ ഫോട്ടോസ് നിങ്ങൾ വെച്ചോ, ഞങ്ങൾ ഇത്ര റിലേഷനിലായിരുന്നു എന്നുള്ളത് ചിലപ്പോൾ അത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ലേഡിക്ക് വിട്ടുകൊടുത്തതായിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചിന്തിക്കാനാണെങ്കിൽ ചിന്തിക്കാനുണ്ട്. പക്ഷേ പോലീസുകാരെന്തോ അത് അത്ര ഒരു സീരിയസ് കേസായിട്ട് എടുത്തില്ല ഇനീഷ്യൽ സ്റ്റേജിൽ. പിന്നെ കുറേ പ്രഷറും കാര്യങ്ങളും ഹേബിയസ് കോർപ്പസ് വീട്ടുകാർ കൊടുത്തതൊക്കെ വന്നപ്പോഴാണ് ഇവർക്കൊന്ന് ഇളകിയത് വരും. അതാണ് ഇനീഷ്യൽ സ്റ്റേജിൽ വന്ന ന്യൂസുകളിലൂടെ നമുക്കൊന്ന് പോവാം. ഞാനിപ്പോൾ നിൽക്കുന്നത് പൈവളിക പഞ്ചായത്തിലെ മണ്ടേക്കാപ്പ് ശിവപുരം കുട്ടിയുടെ വീട്ടിലാണ്. കാണാതായ ശ്രേയയുടെ വീട്ടിലാണ്. ഈ വീട്ടിൽ നിന്ന് കുട്ടി 12-ന് പുലർച്ചെ, അതായത് 11-ാം തീയതി, ഈ മാസം 11-ാം തീയതി രാത്രി 11:20 വരെ രക്ഷിതാക്കളുമായി ഈ കുട്ടി സംസാരിച്ചിരുന്നു, അനുജത്തിയുമായി സംസാരിച്ചിരുന്നു. അതിനുശേഷം ഈ കുട്ടി 12-ാം തീയതി പുലർച്ചെയാണ് ഈ വീട്ടിൽ നിന്ന് കാണാതാവുന്നത്. ഇവർ രാവിലെ 4:45 കൂടിയാണ് ഈ രക്ഷിതാക്കൾ ഈ കാര്യം അറിയുന്നത്. അനിയത്തിയോടൊപ്പം വീട്ടിൽ കിടന്നുറങ്ങിയതാണ്. അതിനുശേഷം അനിയത്തി എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് ഈ മൂത്ത മോളെ കാണാതായതായി ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ തന്നെ വീട്ടുകാരെ വിവരമറിയിച്ചു. വീട്ടിൽ പരിശോധിച്ചപ്പോൾ പുറകിലെ വാതിൽ, അതായത് വീടിന് പുറകിലെ വാതിൽ തുറന്നു കിടക്കുന്നതായി കാണപ്പെട്ടു. അങ്ങനെ ഇവർ ഈ പരിസരത്തൊക്കെ ആകെ തെരഞ്ഞു. അതിനുശേഷമാണ് അന്നേ ദിവസം പോലീസിൽ പരാതി നൽകുന്നത്. കാണാതായത് 11 താരീഖിന് രാവിലെ 4:45 എനിക്ക് അറിഞ്ഞത്. കുഞ്ഞി എണിച്ചിട്ട് ചെറിയവള് ഒക്കത്തെ ഉറങ്ങിയിട്ടുണ്ടായി. ഒക്കത്തെ ഉറങ്ങിയിട്ടുണ്ടായി. അവൾക്ക് ഇത് ഉറക്കണിക്കുമ്പോൾ അവൾക്ക് അറിഞ്ഞ് ഏച്ചി കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മുമ്പത്തെ ബാഗിൽ നോക്കുമ്പോൾ ആടെ എത്തിയിട്ട് ഉണ്ടായി. അങ്ങനെയായിട്ട് ആടെല്ലാം പോയിട്ടെല്ലാം ഞങ്ങളെല്ലാം പോയിട്ടെല്ലാം നോക്കി. ഈ പ്രദേശത്ത് മൊത്തം തെരഞ്ഞതാണ്. അതെ, എല്ലാം പോയിട്ടെല്ലാം നോക്കി. ആടെ നോക്കുമ്പോൾ അവിടെ കുഞ്ഞില്ല. പിന്നെ വരും എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം ഇതാക്കിയിട്ട് നിൽക്കുന്നു. അങ്ങനെ ആകുമ്പോൾ അവൾ ഒന്ന് 6 മണിയാകുമ്പോൾ വരും എണിച്ചിന്. ആരും കാണുന്നില്ല. പിന്നെ പോലീസിലേക്ക് അങ്ങനെ പോലീസ് പരാതി കൊടുത്തു. പരാതി കൊടുത്തിന്, പോലീസിലേക്ക് പരാതി കൊടുത്തിന്. പോലീസ് എന്താ പറയുന്നത്? അവർ പറഞ്ഞ് ഞാൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും ഞങ്ങൾ നോക്കിയിട്ട് അവളെ ഇതാക്കിയിട്ട് കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് തേടി പിടിച്ചിട്ട് കൊണ്ടുവന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അവിടെ ഈ പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് നടന്ന സമയത്തുള്ള അച്ഛൻ്റെയും അമ്മേൻ്റെയും ഒരു എക്സ്പ്ലനേഷനാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ഇതിൽ ഈ പറഞ്ഞ ഒരു വ്യക്തി പ്രദീപ് എന്ന് പറഞ്ഞ 42 വയസ്സുകാരനായിട്ടുള്ള ഇവരുടെ നൈബർ, ഇവരുടെ എന്താ പറയുക, എല്ലാ ഹെൽപ്പിനും വരുന്ന ഇവരുടെ ഫാമിലി ഫ്രണ്ടായിട്ടുള്ള, ഈ അച്ഛൻ അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഓട്ടോ ആയിരുന്നു ആദ്യം, പിന്നെ കാറായി, പിന്നെ അങ്ങനെ വന്ന് കൊണ്ടുപോകുന്ന ഈ വ്യക്തിയെ എനിക്ക് തോന്നുന്നു ആദ്യം മുതലേ ചിലപ്പോൾ ഇവർക്ക് ഡൗട്ട് കാണും. മനസ്സിലായോ? ഇതിനകത്ത് ഈ അച്ഛനെയും അമ്മേനെയും ക്രിട്ടിസൈസ് ചെയ്യേണ്ട ഒരു ഫാക്ടർ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ എല്ലാ കേസ് വരുമ്പോഴും ഓൾമോസ്റ്റ് ക്രിറ്റിസിസം എല്ലാ സൈഡിലേക്കും പോവും. മാതാപിതാക്കളിലേക്കും പോവും, റിലേറ്റീവ്സിലേക്കും പോവും, നാട്ടുകാരിലേക്കും പോവും. ഇതിൽ പോലീസുകാരെ മാത്രം ക്രിട്ടിസൈസ് ചെയ്തിട്ട് കാര്യമുള്ള ഒരു സംഗതിയല്ല. ഇതിലൊരു പങ്ക് ഈ മാതാപിതാക്കൾക്കും ഉണ്ട്. കാരണം ഇവർക്ക് ഇതിനു മുമ്പേ കറക്റ്റ് ഇൻഫർമേഷൻ സ്കൂളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ വ്യക്തി ഈ കുട്ടിയുമായിട്ടുള്ള ഈ പോക്കുവരവ് നടത്തം ശരിയല്ല, ഈ കുട്ടിയെ ആ വ്യക്തി ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് സ്കൂളിലേക്ക് ആരോ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്കൂൾ അത് CWCയിലേക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇൻഫർമേഷനെ കുറിച്ച് വീട്ടുകാരോട് ചോദിക്കുന്ന സമയത്ത് വീട്ടുകാർ പറഞ്ഞത് ഇല്ല, അതൊരു എന്താ പറയുക നല്ല ബന്ധമാണ്, ഏട്ടൻ അനിയത്തി ബന്ധമാണ് എന്നുള്ള രീതിയിലാണ് ഇവർ അന്ന് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അന്നേ ഇവർക്ക് എന്തുകൊണ്ട് സംശയം തോന്നിയില്ല എന്നുള്ളൊരു ഭയങ്കര ഫാക്ടർ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ആൻഡ് ഈ പറഞ്ഞ പ്രദീപ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ അത്ര വെടിപ്പുള്ള ബാക്ക്ഗ്രൗണ്ടൊന്നുമല്ല. ഓക്കെ, എക്സൈസുകാർ കേസ് എടുത്തിട്ടുണ്ട് കള്ളവാറ്റ് ചാരായം പരിപാടിക്ക്, പ്രത്യേകിച്ച് അങ്ങനെ പണിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. സോ അങ്ങനെ വളരെ എന്താ പറയുക, നല്ല നന്മയിൽ പൊതിഞ്ഞ നല്ലവനായ ഉണ്ണി ഇമേജ് ഈ ചങ്ങാതിക്കില്ല. ഇപ്പോൾ വീട്ടുകാർക്ക് അത്യാവശ്യം ഇത് അറിയേണ്ടതായിരിക്കുമല്ലോ. ഇവിടെ എന്താണെങ്കിലും അച്ഛനും ഒരു ബൈറ്റിൽ പറയുന്നത് കേട്ടു, എനിക്ക് തോന്നുന്നു റിപ്പോർട്ടറിന് കൊടുത്ത ബൈറ്റിലാണെന്ന് പറയുന്നുണ്ട്. എൻ്റെ മകളുടെ സ്വഭാവം ഭയങ്കരമായിട്ട് മാറിയിരുന്നു, ഭയങ്കരമായിട്ട് ചേഞ്ചായിരുന്നു. അതെങ്ങനെ മാറി, എങ്ങനെ ചേഞ്ചായി ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. മക്കളുടെ സ്വഭാവം ചേഞ്ച് ആവുന്നതും മക്കളുടെ ബിഹേവിയർ മാറുന്നതും മക്കളുടെ അടുത്ത് പാരൻസ് അല്ലാതെ വേറൊരാളുടെ, കുട്ടികളായിട്ടിരിക്കുമ്പോൾ വേറൊരാളുടെ ഇടപെടൽ, അതും 40-42 വയസ്സുള്ള ഒരാളുടെ ഇടപെടൽ ഏത് രീതിയിലേക്ക് പോകുന്നു, ആ കുട്ടി എങ്ങനെ തിരിച്ച് അയാളോട് ഇടപഴകുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒന്നും നിങ്ങൾ അവെയറല്ല. ഈവൻ സ്കൂളുകാർ പോലും നിങ്ങളടുത്ത് ഇത് വാർണിംഗ് തന്നിട്ട് നിങ്ങൾ അവെയർ ആയില്ല എന്നുണ്ടെങ്കിൽ
നിങ്ങളെ ഭാഗത്തും സാരമായ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടല്ലേ? എനിക്കങ്ങനെ തോന്നുന്നു പാരൻസിൻ്റെ ഭാഗത്തും എവിടേക്കോ നല്ല മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് 2 വർഷം മുമ്പ് സ്കൂൾക്ക് കംപ്ലൈൻറ്റ് പോയിട്ടുണ്ടെന്ന് എച്ച് എം പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ ആടെ പോയിട്ട് ഞാനെല്ലാം ഈ സംസാരിച്ചിന്. ആടെ കാസർഗോഡ് വിദ്യാനഗರಲ್ಲಿ പോയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടുണ്ടല്ല, ഈ കാറിലെല്ലാം പോയിക്കൊണ്ടുണ്ടായി. മാത്രമല്ല ഇത്ര സംശയം എന്തുണ്ടായിട്ടില്ല. ഈടെ വരാനില്ല, ഞങ്ങൾ പോകുമ്പോൾ ഞാൻ വിളിക്കാം. ഇല്ല ഉള്ളിലെല്ലാം വരല്ലവ. സംശയം ഉണ്ടായിട്ടില്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിട്ടില്ല. ഈ പ്രദീപ് എന്ന് പറയുന്ന 42-കാരൻ അവിടെ സ്ഥിരമായി വീട്ടിൽ വരാറുണ്ട്. ആ വീടുമായി അടുപ്പമുള്ള ആളാണ്. പെൺകുട്ടിയുമായും അടുപ്പമുണ്ടായിരുന്നു. അവർ ഈ വീട്ടിലെ ആശുപത്രിയിൽ പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ പ്രദീപിൻ്റെ വാഹനമാണ് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെയുള്ളൊരു ബന്ധമുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടായിരുന്നതായി അവർക്ക് സംശയമുണ്ടായിരുന്നില്ല. 2 വർഷം മുമ്പ് സ്കൂൾ അധികൃതർ ഈ ചൈൽഡ് ലൈനിൽ ഒരു പരാതി നൽകിയിരുന്നു ഈ പ്രദീപിനെതിരെ. ഈ പെൺകുട്ടിയെ ഈ രീതിയിൽ ഉപദ്രവിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച്. പക്ഷെ അതിലൊരു നടപടി ഉണ്ടായില്ല എന്ന് കൂടി മാതാവ് പറയുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. സ്കൂളിൽ ആര് പരാതി നൽകി? കുട്ടിയെ ദുരുപയോഗം ചെയ്യുന്നു ഈ വ്യക്തി എന്നുള്ളത് ആര് പരാതി? ഈ കുട്ടിക്ക് ഇപ്പോൾ 15 വയസ്സ്. ഈ കേസ് വരുമ്പോൾ കുട്ടിക്ക് ഒരു 13 വയസ്സായിരിക്കും. ഈ കുട്ടിക്ക് ആ 13 വയസ്സിൽ ഇങ്ങനൊരു അനുഭവം ഉണ്ടായി എന്നുള്ളത് ഒന്നില്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും അറിയാം, അത് അവർ സ്കൂളിൽ പറഞ്ഞായിരിക്കാം. ഇല്ലെങ്കിൽ കുട്ടി തന്നെ ടീച്ചേഴ്സിനോടോ ബാക്കി കുട്ടികളോടോ സംസാരിച്ചിട്ടുള്ള ഇയാളുടെ മോശം ബിഹേവിയറിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം കുട്ടിക്ക് ചിലപ്പോൾ പാരൻസിനോട് പറയാൻ പേടിയായിരിക്കും, ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ വേറെ ടീച്ചേഴ്സിനോടോ പറഞ്ഞതായിരിക്കാം. സ്കൂളിൽ അത് കറക്റ്റ് സ്കൂളിൽ കിട്ടി, അവർ CWCനെ അറിയിച്ചു. ഇവരെ വിളിച്ച് ചോദിക്കുമ്പോൾ ഇവർക്കൊരു സംശയവുമില്ല. ഓക്കെ, അപ്പം ഇനി എന്താണെങ്കിലും ഇനി അടുത്ത കുറച്ച് ഡൗട്ട്സ് പോകുന്നത് പോലീസുകാരുടെ ഓബിയസ്ലി അവരുടെ അന്വേഷണത്തിലേക്കാണ്. പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കേട്ടോ ഇതിൽ അന്വേഷിച്ച് ലാസ്റ്റ് ഈ ബോഡി കിട്ടിയ സമയത്ത് വന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് നിങ്ങൾ കേട്ടോ. അല്ല, ഇനിയിപ്പോൾ ഇൻക്വസ്റ്റ് നടത്തും. ഇൻക്വസ്റ്റ് നടത്തിയതിനു ശേഷം ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകും. അതിനുശേഷം പിന്നെ അന്വേഷണ നടപടികൾ. ഇത് ഏകദേശം ഒരു 90 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ ഇത് മുമ്പ് ഞങ്ങളപ്പുറം ഇത്ര ആൾക്കാരുണ്ടായിട്ടില്ല. ഇന്നാണ് പറ്റുന്ന ഒരു 50ഓളം പോലീസുകാരും പിന്നെ ഒരു 100ഓളം നാട്ടുകാരൊക്കെ വന്നത്. അപ്പോൾ ഇന്നൊരു 5 ഗ്രൂപ്പായി തിരിഞ്ഞ് ഓരോരോ ഏരിയ ഡിവൈഡ് ചെയ്ത് കൊടുത്തതിനുണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ എളുപ്പത്തിലായി. അത് പിന്നെ കയറ് മുറിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചെല്ലാം കൂടുതൽ അന്വേഷണം നടത്തണത്. അല്ല, ഇനിയിപ്പോൾ നമ്മൾ ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ തുടങ്ങും. ഇൻക്വസ്റ്റ് നടപടി ആക്കി ബോഡി അഴിച്ച് ഇൻക്വസ്റ്റ് നടപടി എടുത്ത് പിന്നെ അത് പോസ്റ്റ്മോർട്ടത്തിന് അയക്കും. അതിനുശേഷം അന്വേഷണം. ഒരു വളരെ കാഷ്വലായിട്ടാണ് മുമ്പിൽ പറഞ്ഞത്. 90 ഏക്കറിലൊക്കെ നമ്മൾ പാവം പോലീസുകാരല്ലേ, നമ്മളെങ്ങനെ ചെക്ക് ചെയ്യും? നാട്ടുകാർ കൂടി വരണ്ടേ? 90 സാർ, അതിലും കൂടുതൽ 1000 1500 ഏക്കർ വന്നാലും കാടിനകത്താണെന്നുണ്ടെങ്കിലും മാവോയിസ്റ്റുകളെയൊക്കെ തപ്പി ഇറങ്ങുന്ന ടീംസ് അല്ലേടെ പോലീസുകാർ എല്ലായിടത്തും ചെയ്യും. 50 പോലീസൊന്നും 100-150 നാട്ടുകാർ ഇറങ്ങുന്നതിനേക്കാൾ പവർഫുള്ളായിരിക്കും ഒരു 50 പോലീസ്. 50 പോലീസ് പറഞ്ഞാൽ അവർക്ക് ഇൻസ്റ്റിങ്ക്റ്റ് കാണും. മനസ്സിലായോ? എവിടെ സെർച്ച് ചെയ്യണം, എങ്ങനെ സെർച്ച് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ബെറ്റർ ഐഡിയ നാട്ടുകാരെയും കൂടുതലുള്ള ആളുകളല്ലേ. നിങ്ങൾ ഇത്രയും വലിയ സ്ഥലമാണ്, 90 ഏക്കറാണ്, നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ? നാട്ടുകാർ വന്നുകൊണ്ട് ഒരു അഴകുഴഞ്ഞ മട്ട് വെറുതെ അല്ല മറ്റേ കോടതിയിൽ നിന്ന് നല്ല വിമർശനം കേട്ടത്. ഇനി ഈ ബോഡി ഇവിടെ തൂങ്ങിക്കിടന്നിട്ട് ഇത്ര ദിവസമായി, ആരും ഒന്നും അറിഞ്ഞില്ലേ എന്നുള്ള ചോദ്യം. അടുത്ത് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ഗ്രൗണ്ട് പോലത്തെ സെറ്റപ്പ്, വണ്ടി ഡ്രൈവ് ചെയ്ത് പഠിക്കുന്ന ഒരു ഗ്രൗണ്ട് പോലത്തെ സെറ്റപ്പൊക്കെ മീഡിയ വണ്ണിൻ്റെ റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഇടയിൽ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ എക്വേഷ്യ മരങ്ങളുള്ള ചെറിയ ഒരു കാട് പോലത്തെ ആ ഒരു ഇവർ തൂങ്ങിക്കിടന്ന സ്ഥലവും കാര്യങ്ങളും ഉള്ളത്. ഇതിനടുത്ത് എവിടെയോ ഒരു കോഴി ഫാം ഉണ്ടെന്ന് പറയുന്നു. സോ അതിൻ്റെ മണം കൊണ്ടായിരിക്കണം ഇത്ര ദിവസം ബോഡി അഴുകിയിട്ടും മണം അധികം പുറത്തെ ആളുകളിലേക്ക്, അടുത്ത വീടുകളിലേക്ക് എത്താതിരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ഈ ആരും ഇപ്പം അടുത്തൊന്നും സ്കൂൾ ടൈമിൽ പരീക്ഷ എക്സാമൊക്കെ നടക്കുന്ന സമയമായതുകൊണ്ട് അധികം ആരും അങ്ങനെ കളിക്കാൻ വന്നിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ചൂട് കാരണം ആരും ആ സമയത്ത് രാവിലെ ഒന്നും വരാത്തത് കൊണ്ടും ആയിരിക്കണം. ചിലപ്പോൾ ആരും ഈ മണം കിട്ടിയിട്ടില്ലായിരിക്കും, അങ്ങനെ ആരും ഇത് കണ്ടിട്ടില്ല. ചൂട് കൂടുന്നതിനനുസരിച്ചിട്ട് ഈ ബോഡി പെട്ടെന്ന് ഇങ്ങനെ ഡ്രൈ ആയി ആവുമല്ലോ. കാരണം അങ്ങനത്തെ ചൂടാണ് കാസർഗോഡ് ആ ബെൽറ്റിനൊക്കെ ഉള്ളത്. സോ ചൂടും കോഴി ഫാമിൻ്റെ മണവും പിന്നെ അവിടെ ആൾ വരാത്ത ഒരു സിറ്റുവേഷനൊക്കെ ഉള്ളത് കൊണ്ട് കുട്ടികളാണ് കൂടുതലായിട്ട് പോകേണ്ടത്. അവർ എക്സാമൊക്കെ ആയതുകൊണ്ട് അവരും പോകാത്തൊരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് ഈ ബോഡി അവിടെ തൂങ്ങിക്കിടന്ന് ആരും കാണാൻ ഇടയില്ല, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവില്ല. ഇതായിരിക്കണം സംഭവിച്ചത്. ഓക്കെ, ഇനിയിപ്പോൾ എന്താണെങ്കിലും
ബാക്കി DNA ടെസ്റ്റും പരിപാടികളൊക്കെ നടത്തുമ്പോഴത്തേക്ക് കുറച്ചും കൂടി കൂടുതൽ ഇൻഫർമേഷൻസ്, എത്ര ദിവസം, എപ്പോൾ തൂങ്ങി, എന്താണ്, എങ്ങനെയാണ്, വൽപ്പിടുത്തം നടന്നിട്ടുണ്ടോ, അതോ ഇവർ തമ്മിൽ വേറെ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ടോ, എല്ലാം വരും ദിവസങ്ങളിൽ ഒന്നുകൂടിയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിനകത്ത് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലേക്ക് പോവാം. മരണത്തിൽ മറ്റ് സംശയങ്ങളൊന്നുമില്ല. കാരണം അന്നേ ദിവസം തന്നെ ഇവരുടെ മൊബൈൽ ഇവിടെ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതിൻ്റെ സി ടൈപ്പ് ലൊക്കേഷനാണ് നമുക്ക് കിട്ടിയത്. സാധാരണഗതി എ ടൈപ്പ് ലൊക്കേഷനാണ് കറക്റ്റ് ആക്യുറേറ്റ് ലൊക്കേഷൻ നമുക്ക് കിട്ടും. പക്ഷേ ഈ സി ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആക്യുറേറ്റ് ലൊക്കേഷൻ കിട്ടിയില്ല. അതിൻ്റെ ഒരു 1 കിലോമീറ്റർ സർഫേസ് ഇതിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് വെച്ച് നമ്മൾ ഈ ഏരിയ തന്നെ 2-3 തവണ സെർച്ച് ഓൾറെഡി ചെയ്തു. ഡ്രോൺ ഉപയോഗിച്ച് പരിശോധിച്ചു, ഡോഗ് സ്ക്വാഡിനെ കൊണ്ടുവന്ന് പരിശോധിച്ചു, അതുപോലെ നാട്ടുകാരെ കൂട്ടി ഒരു പരിശോധന കഴിഞ്ഞ ഞായറാഴ്ച നടത്തിയിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ നമ്മൾ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇതിന് കാരണം ഇതിൻ്റെ സ്മെല്ലൊക്കെ വരേണ്ട ഒരു ടൈം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ കിട്ടാത്തതുകൊണ്ട് നമ്മൾ കാടുകളിലേക്കാണ് പരിശോധന കൂടുതൽ വ്യാപിപ്പിച്ചത്. ഈ സർഫേസിൽ ഈ ഏരിയയിലുള്ള കാടുകളിലേക്ക്. ഇത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. കാരണം ഇവിടെ നിന്ന് വളരെ അടുത്ത് ആൾക്കാർ താമസമുണ്ട്, അതുപോലെ തന്നെ കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ്, വളരെ വീടുകളുണ്ട്, മണമൊക്കെ അടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഉണ്ടാകും. കാരണം അയൽവക്കത്തെ വീടുകളിലൊക്കെ തൊട്ടടുത്തുള്ള ആ ഒരു അമ്പലത്തിലൊക്കെ CCTV ഞങ്ങൾ എടുത്തതാണ്. ഇവിടെ തൊട്ടടുത്ത വീടുകളിലൊക്കെ ഞങ്ങൾ ചോദിച്ചാണ് മണങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നു എന്നുള്ളത്. അവർ നമ്മൾ ഇത് പറയാത്തതുകൊണ്ടാണ് ഇവിടെ ആക്ച്വലി ഇവിടെ എത്താൻ പറ്റാതിരുന്നത്. നമുക്ക് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു വീഴ്ചയുണ്ടായില്ല. കാരണം ദൈനംദിനേന നമ്മൾ എത്രമാത്രം റിസൾട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ഫയലിൻ്റെ വലിപ്പം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രമാത്രം CCTVകൾ നോക്കിയിരുന്നു. മടിക്കേരി, കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ പോയിരുന്നു. ഇവരുടെ ബന്ധുവീടുകളിലൊക്കെ പോയിരുന്നു. ഇവരുടെ എല്ലാ ബന്ധുവീടുകളും നമ്മൾ പോയി ചെക്ക് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇവിടെ CCTV ഫുട്ടേജുകളെല്ലാം എടുത്തിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ ടൈപ്പ് ലൊക്കേഷൻ കിട്ടിയതുകൊണ്ടാണ് നമുക്കിവിടെ ആക്യുറേറ്റ് ആയിട്ട് എത്താൻ പറ്റാതെ 1 കിലോമീറ്റർ സർഫേസിൽ ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു റിസൾട്ട് എത്താൻ വേണ്ടി സാധിച്ചത്. ഇവൻ്റെ സുഹൃത്തല്ല, ഇവൻ്റെ അമ്മയുടെ സഹോദരിയുടെ മകളുണ്ട്. അവരുടെ ഫോണിലേക്ക് ഈ 97 ഫോട്ടോസ് ഇവരയച്ചു. ഇവിടെ ഒന്നിച്ച് നിൽക്കുന്ന ഫോട്ടോസ് അയച്ചിരുന്നു. പിന്നെ ഇവർ പോകുമ്പോൾ യാതൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. ഇവർ ഒരു സാധനങ്ങളും എടുക്കാതാണ് വീട്ടിൽ നിന്ന് പോയത്. പൈസയൊന്നും ഇവൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവർ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാവും എന്നൊരു വിശ്വാസം നമ്മൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പരിശോധന നടത്താൻ സാറിന്. പക്ഷേ ഇവിടുത്തെ നാട്ടുകാർ ഒരുപക്ഷെ ചിന്തിച്ചു, ഇന്നലെ കൂടെ ഞാൻ വരുമ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ചെക്കിങ്ങിന് ആൾക്കാരൊക്കെ വേണമെന്ന് സാർ ഇവിടെ പരിശോധിക്കേണ്ട അവൻ രക്ഷപ്പെട്ട് പോയിട്ടുണ്ടാവുന്ന രീതിയിലൊക്കെ സംസാരിച്ചിരുന്നു. പക്ഷേ ഞങ്ങളുടെ വിശ്വാസം ഈ മൊബൈൽ കേന്ദ്രീകരിച്ചിട്ടും ഇത് ഇവിടെ തന്നെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് ഇന്ന് ചെയ്തത്. 26 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വിശ്വാസം അവർ ഒന്നും കൂടി ഉറപ്പിച്ച് നോക്കി ഇറങ്ങിയത്. നിങ്ങളൊന്ന് ആലോചിക്കും, ഒരു വീട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു പോലീസുകാരുടെ ഒരു മൈൻഡ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു വീട്ടിൽ നിന്ന് ഒരു കുട്ടി ഇറങ്ങി പോകുന്നു, ആ കുട്ടിയുടെ കയ്യിൽ ഒന്നുമില്ല, ഒരു മൊബൈൽ ഫോൺ മാത്രമേ ഉള്ളൂ, വീട്ടിൽ തന്നെ ഡ്രസ്സും ചെരുപ്പും, അങ്ങനെയായിട്ട് ഇറങ്ങിപ്പോയിരിക്കുക കുട്ടി. അപ്പോൾ അതൊരു ഒളിച്ചോട്ടം അല്ലെങ്കിൽ അങ്ങോട്ട് ഓടിപ്പോക്ക്, ആ സ്കീമാവാൻ ഒരു വഴിയില്ല. പിന്നെ കൊണ്ടുപോകാൻ വന്നവൻ, കാണാതായി ഒപ്പമുണ്ടായ വ്യക്തി, ആ വ്യക്തിയുടെ കയ്യിൽ ഒരു രൂപമില്ല, ജോലിയില്ല, കൂലിയില്ല, ഒന്നുമില്ലാത്തൊരുത്തൻ. അങ്ങനെ ഇല്ലാത്തൊരുത്തനും ഈ കുട്ടി, അതിൽ തന്നെ അവർക്ക് സ്പോട്ടാവണം, ഇത് അവരെവിടെയും പോകാൻ ചാൻസ് ഇല്ല എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, അടുത്തൊരു അമ്പലം ഉണ്ടെന്ന് പറയുന്നു, അതിന് CCTV ഉണ്ടെന്ന് പറയുന്നു. ഇനി അമ്പലം പോട്ടെ, ഈ പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് എൻട്രി എക്സിറ്റ് ഉള്ള CCTV സ്ഥലങ്ങൾ കാണും. അവിടെ എവിടെയും ഇവരെ ഈ 26 ദിവസത്തിനുള്ളിൽ പതിഞ്ഞിട്ടില്ല. ഇവർ തപ്പിപ്പോയ മംഗലാപുരവും ബാക്കി സ്ഥലങ്ങളും ബന്ധുവീടും ബാക്കി സ്ഥലങ്ങളിലും ഒന്നും ഇവരെത്തിയിട്ടില്ല. ഇവരെ മൊബൈൽ ഫോൺ ഒരേ ടവറിനടിയിൽ ഡെഡായിട്ട് ദിവസങ്ങളാകുന്നു. CO AO ഏത് ടൈപ്പ് അവർക്ക് ലൊക്കേഷൻ കിട്ടിയാലും ആ ഫോൺ അവിടെ ഡെഡാണ്. 1 ദിവസം, 2 ദിവസം, 3 ദിവസം, 4 ദിവസം, 5 ദിവസം, 10 ദിവസം കഴിഞ്ഞ് 26 ദിവസം കഴിഞ്ഞു. ഇപ്പോഴാണ് എന്ത് ചെയ്തത്? ഓക്കെ, C ടൈപ്പ് ലൊക്കേഷൻ ആണെങ്കിലും നമുക്ക് അവിടെ തന്നെ ചെക്ക് ചെയ്യാം. ഒരു CCTV വിഷ്വലിൽ പോലും ഇവരാരും എവിടെയും പതിഞ്ഞപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പരിശോധിച്ച് കാണുമല്ലോ, ബസ് സ്റ്റാൻഡ് പരിശോധിച്ച് കാണുമല്ലോ, പെട്രോൾ പമ്പ് പരിശോധിച്ച് കാണുമല്ലോ, ടോൾ ബൂത്ത് ഉണ്ടല്ലോ ഇൻട്രസ്റ്റേറ്റിന്, ഇവിടെയൊക്കെ പരിശോധിക്കുന്ന സമയത്തും വണ്ടിയും സ്പോട്ടാവുന്നില്ല, ഈ 2 ആളുകളെയും സ്പോട്ടാവുന്നില്ല, കുട്ടിയില്ല, അയാളും ഇല്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ലൊക്കേഷൻ കിട്ടിയത് CO AO ആയിക്കോട്ടെ, അത് കിട്ടിയ ലൊക്കേഷനിൽ തറോ ചെക്കിങ് ചെയ്യേണ്ടത് നിർബന്ധമല്ലേ? അത് ചെയ്യാത്തൊരു വലിയ ഫോൾട്ട് പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഭയങ്കരമായ ദുരൂഹത വേണമെങ്കിൽ ഇവരെ ഇനിയിപ്പോൾ പറയാൻ പറ്റുക, ഇവരെ ഈ വ്യക്തി കുട്ടിയെ കൊണ്ടുപോയ വ്യക്തി ദുരുപയോഗം ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്തിട്ട് അവരാരെങ്കിലും എന്തെങ്കിലും ചെയ്ത് അവിടെ കൊണ്ടുപോയി കെട്ടിത്തൂക്കി 2 പേര് എന്നുള്ള കുറച്ചിങ്ങനെ ഒരു അത് ഔട്ട് ഓഫ് ദ ബോക്സാണ്. ഇതിൻ്റെ ഇക്വേഷനകത്തത് വരുമെന്ന് എനിക്ക് ഡൗട്ടാണ്. എന്നാലും എവിടെയെങ്കിലുമൊക്കെ ഒരു ചാൻസ് ഉണ്ടോ എന്നുള്ളത് അറിയാൻ പാടില്ല. അതൊക്കെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളും. പിന്നെ ഇവരുടെ ഫോൺ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
അതിൻ്റെ FSL റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഫോണിനകത്ത് ഈ പറഞ്ഞ മാതിരി കുറേ ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ടുണ്ട് ആ മരിച്ച വ്യക്തിയുടെ റിലേറ്റീവിന് എന്നല്ലേ പറഞ്ഞു. അതല്ലാതെ ഇനി ഫോട്ടോസും കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിലിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റിനകത്ത് അന്നേ ദിവസം രാത്രി കുട്ടിയെ ഇവൻ ഇറക്കി കൊണ്ടുവന്ന് അന്നേ പുലർച്ചെ ആ രാത്രി ആ ഇരുട്ടത്ത് എന്തിനാണ് അത് സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടിയാണോ, അതോ ഇറക്കി കൊണ്ടുവരാൻ തക്കതായ കാരണം എന്തെങ്കിലും ഉണ്ടോ? ഒരു മിഠായിയും കൊണ്ടാണ് പോയിട്ടുള്ളത്. മൽപ്പിടുത്തത്തിൻ്റേതായിട്ടുള്ള, കാരണം ബോഡി ഓൾമോസ്റ്റ് ഭയങ്കര മോശം അവസ്ഥയിലാണ്. മൽപ്പിടുത്തത്തിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടത്തിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. അതാണ് ഈ ബാക്കി റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇനി അതിൻ്റെ ഒരു ഡീറ്റെയിലിങ് കിട്ടുക. എൻ്റെ ഒരു ഇൻഡ്യൂഷൻ വെച്ചിട്ട് ഇവരുടെ റിലേഷനിടയിൽ വേറെ ഒരു പരിധി വിട്ടുള്ള ബന്ധങ്ങളിലേക്ക് പോയി കാണും. അതിലെന്തെങ്കിലും ആ പെൺകുട്ടിക്ക് സംഭവിച്ചു കാണും. ആ ടൈമിലായിരിക്കണം ഇവനത് പറയാനോ അല്ലെങ്കിൽ ആ പെൺകുട്ടി അത് അറിഞ്ഞപ്പോൾ അവനെ വിളിച്ചു വരുത്തിയതോ ആയിരിക്കണം. ആ ഒരു ടൈമിൽ പിന്നെ അവർ തീരുമാനിച്ചു കാണും ഇതെങ്ങനെ പുറം ലോകത്ത് പറയാൻ പറ്റില്ല, അറിയാൻ പറ്റും. അങ്ങനത്തെ സിറ്റുവേഷൻ ആവൂടെ, പറയാനൊന്നും പറ്റുന്നില്ല. ചിലപ്പോൾ അങ്ങനെ ആവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. പിന്നെ വേറെ വഴിയില്ല, ആത്മഹത്യ ഇല്ല, അതിന് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് പോയി തൂങ്ങിയതായിരിക്കാനേ ചാൻസ് ഉള്ളൂ. ഓക്കെ ഫൈൻ. എന്താണെങ്കിലും പോലീസുകാരുടെ ഭാഗത്തുനിന്ന് അത്യാവശ്യം വലിയ മിസ്റ്റേക്ക് തന്നെ സംഭവിച്ചിട്ടുണ്ട്. വീട്ടുകാരുടെ ഭാഗത്തുനിന്നും സാരമല്ലാത്ത പ്രശ്നങ്ങൾ പാരൻസിൻ്റെ ഭാഗത്തുനിന്നും സംഭവിച്ചിട്ടുണ്ട്. സോ ഇതെല്ലാം ഒരു പാഠമായിട്ട് എടുക്കുക. പോലീസാണെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ വലിയവൻ ചെറിയവനെന്നില്ലാതെ ഇറങ്ങുക. ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടല്ലോ പോലീസിൻ്റെ, അത് വെച്ചിട്ട് തന്നെ മുന്നോട്ട് പ്രവർത്തിക്കുക. പിന്നെ വീട്ടുകാരോട് പാരൻസിനോട് പറയാനുള്ള മക്കളെ കൂടുതൽ മോണിറ്റർ ചെയ്യുക. അവരുടെ ചേഞ്ചസ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നവരാണെങ്കിലും മനസ്സിലാക്കിയിട്ട് അവരോട് സംസാരിക്കാൻ ശ്രമിക്കുക. എന്നാലൊക്കെ കാര്യങ്ങൾ നടക്കും. ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിലും പെണ്ണാണെന്നുണ്ടെങ്കിലും അവരുടെ ബിഹേവിയർ ചേഞ്ച് ആകുമ്പോൾ അവർ പോവും, പാരൻസിൻ്റെ കയ്യിൽ നിന്ന് പോവും. പിന്നെ അവർ പോയി പെടുന്നത് വളരെ മോശം അവസ്ഥയിലും മോശം ആളുകളുടെ കയ്യിലുമായിരിക്കും. അവർ ആ സിറ്റുവേഷൻ ആ ഒരു കുട്ടീനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും, വ്യക്തികൾ ആ കുട്ടിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. അത് ഇതുപോലുള്ള ഡേഞ്ചറിലേക്ക് കൊണ്ടുവച്ചെന്ന് അവസാനിക്കും ലാസ്റ്റ്.